എല്ലായിടത്തും ഒരേപോലത്തെ റിപ്പോർട്ട്സ് കിട്ടുന്നു, ആൾക്കാർ തിയേറ്ററിൽ പോകുന്നു. ഇത് പരം ഒരു സന്തോഷം നമുക്കൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ. സാറിന്റെ 6 മൂവി ഉണ്ടല്ലോ, ഈ 6 മൂവിയിലും ആസിഫ് അലിയാണ് കാസ്റ്റ്. സ്റ്റാർ എന്നതിനപ്പുറം ആക്ടറാണ്. എതിരെ നിൽക്കുന്നവരുണ്ടോന്ന് അറിയാൻ ശ്രമിച്ചാൽ എല്ലാവരും പാവങ്ങളാണ്. വിളിച്ചോട്ടിലേക്ക് എല്ലാവരും വിളിച്ചോണ്ട് സ്ഥലത്ത് ഇരുന്നാൽ എല്ലാവരും മറ്റേ ഒരു മധുരത്തിന്റെ മുകളിൽ ഊറും ഭരിക്കുന്നവരെല്ലാം എല്ലാവരും ചുറ്റിലേക്ക് പോയി. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു കഴിവുള്ള ഒരാളാണ്. ഈ ഏരിയ നമുക്ക് മുറിച്ചെടുത്ത് വിളിച്ചാൽ അയച്ചു. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ റീസ്റ്റാർട്ട് ആണ് പുതിയതായിട്ട്. ഗംഭീരമാണ്. നമ്മുടെ ഇവിടെ തുടങ്ങിയ ആരും നന്നായി വരും. Hi, hello, this is Lakshmi Lalo from Falcon Media and I'm Shalini from Falcon Media. So, welcome to our show, A Coffee with Just Joy. അപ്പൊ ആദ്യമായിട്ട് തന്നെ ഇവിടെ വന്നിട്ട് ഈ പടം ഇത്രയും സക്സസ് ആയത് കണ്ടിട്ട് സാറിന്റെ ഫീലിങ്സ് എന്താണ്? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എന്തോ ഒരു സാധനം കുറവുള്ള ടെക്നോളജി ഭയങ്കരമായിട്ട് വളർത്തിയതാണ്. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മള് ഇപ്പൊ ആൾക്കാര് നമ്മളോട് വിളിച്ചു പറയുന്ന കോൾസ് ആയാലും മെസ്സേജസ് ആണെങ്കിലും അല്ലെങ്കിൽ റൈറ്റപ്സ് വരുന്നതായിക്കോട്ടെ, റിവ്യൂവേഴ്സ് പറയുന്നതായിക്കോട്ടെ, ഇത് എല്ലാം നല്ല രീതിയിൽ വരുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ സിനിമ തുടങ്ങുന്നത്. എല്ലാവരും, ഞാനല്ല, എല്ലാവരും അങ്ങനെ തുടങ്ങുന്നത്. അപ്പൊ ഇതില് അതെല്ലാം വർക്കൗട്ടായി എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലായിടത്തും ഒരേപോലത്തെ റിപ്പോർട്ട്സ് കിട്ടുന്നു, ആൾക്കാർ തിയേറ്ററിൽ പോകുന്നു. ഇതിൽ പരം ഒരു സന്തോഷം നമുക്കൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ സിനിമ ഓടുന്നതിനേക്കാൾ വലിയ സന്തോഷം നമുക്ക് വേറെ ഒന്നുമില്ല. ഇത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഫാമിലി മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളുടെ സിനിമ ഓടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ല. അപ്പൊ ഇന്നലെ നമ്മുടെ ക്രൗഡിനെയൊക്കെ കണ്ടിട്ട് എന്താണ്? ക്രൗഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മള് ഞാനിപ്പോ 3ാമത്തെ പ്രാവശ്യമാണ് സിനിമയുടെ കാര്യമായിട്ട് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ആദ്യം വരുന്നത് സൺഡേ ഹോളിഡേക്കാണ്, 2ാമത് വരുന്നത് വിജയസൂത്രം പൗർണമിക്ക്, ഇത് 3ാമത്. ഈ 3ലും ഏറ്റവും കൂടുതൽ ക്രൗഡും ഒരു ആവേശമൊക്കെ കണ്ടത് ഈ പ്രാവശ്യമായിരുന്നു. നല്ലൊരു പാട്ടുകാരൻ പാട്ട് എഴുതാറുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ്. നമ്മുടെ ഈ മഴയത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് കേൾക്കാൻ പറ്റിയ പോലത്തെ പാട്ടുകളാണല്ലോ സാറേ. ഒരുപാട് ദൂരങ്ങൾ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്ത സിനിമകളിൽ ഫീൽ ഗുഡ് പടങ്ങളാണല്ലോ കൂടുതൽ ചെയ്തത്. അപ്പൊ അതിലത്തരം പാട്ടുകൾക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ തുടങ്ങുന്നത് ബൈസിക്കിൾ ന്യൂസിലാണ്. ബൈസിക്കിൾ ന്യൂസിലെ മേലെ വാങ്ങിലേക്ക് നിൽക്കുന്ന പാട്ടാണ്. അതാ പറഞ്ഞ ആസിഫുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഒരു ലവിലേക്ക് പോകുന്ന പാട്ടാണ്. അതുപോലെ സൺഡേ ഹോളിഡേ മറ്റേ മഴ പാടും കുതിര, അതുപോലെ അതിൽ തന്നെ ഉള്ള ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്ന മതി. അതേപോലെ വിജയ് സുകുമാർ എന്താണ് ഈ മൗനമുണ്ട്. പക്ഷെ മഴക്കാലം വരുമ്പോ എപ്പോഴും വരുന്ന മറ്റേ ഏതോ മഴയും. സാറിന്റെ 6 മൂവി ഉണ്ടല്ലോ, ഈ 6 മൂവിയിലും ആസിഫ് അലിയാണ് കാസ്റ്റ്. അതെന്താണ്? 6 മൂവിയിലും ലീഡ് കാസ്റ്റ് ആസിഫ് അലി. എല്ലാത്തിലും ഉണ്ട് ആസിഫിന്റെ പ്രസൻസ് ഉണ്ട്. അതെന്താണ് ആ ഒരു കെമിസ്ട്രി? എന്താണ് കെമിസ്ട്രി എന്ന് വെച്ചാൽ അതൊക്കെ നമ്മളെ കമ്മിറ്റ് ചെയ്ത അത്തരം ജോണേഴ്സിലും അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ പ്രായത്തില് ആസിഫ് കറക്റ്റ് ആയിരുന്നു. പിന്നെ ആസിഫ് ഞാൻ റേറ്റ് ചെയ്യുന്നതിൽ ഒരു മലയാളത്തിലെ ഏറ്റവും മികച്ച വിരലിലുണ്ടാവുന്ന നടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഒരാളാണ്. സ്റ്റാർ എന്നതിനപ്പുറം ആക്ടറാണ്. അത് രണ്ടും രണ്ട് പരിപാടിയാണ്. സ്റ്റാർഡം പോകുന്നവരെയാണ്. അതൊരു ഉത്തരവാദിത്വമാണ്. നിരന്തരമായിട്ട് കുറെ 10 സിനിമ ഒരുമിച്ച് വിചാരിച്ച പോലെ വന്നില്ലെങ്കിൽ ആ സ്റ്റാറിനുണ്ടായി പോകും. നമ്മൾ കുറച്ച് എന്താ പറയുക, ഒരു 30 വർഷം മുമ്പിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് അങ്ങനത്തെ ഒത്തിരി സ്റ്റാർസിനെ കാണാൻ പറ്റും. പക്ഷെ ഒരു ആക്ടർ എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രി എത്ര നാളുണ്ടോ അത്ര നാള് സർവൈവ് ചെയ്യും, അത്ര നാൾ ഉണ്ടാകും, അത്ര നാൾ ആളുകളെ എന്റർടൈൻ ചെയ്യും. അപ്പൊ ആസിഫ് ആ ഗണത്തിൽപ്പെട്ടതാണ്. പിന്നെ ഞങ്ങള് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എറണാകുളത്താണ് ഷൂട്ടിംഗെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും ഞങ്ങൾ കാണാറുണ്ട്. ഞാൻ സെറ്റിലേക്ക് പോകാൻ ആസിഫ് എന്റെ വീട്ടിലേക്ക് വരും. ഇപ്പൊ പൊതുവെ ഞങ്ങൾ പറഞ്ഞ കഥകളൊക്കെ ഒരു വൈകുന്നേരങ്ങളിൽ വീട്ടിൽ വരുമ്പോഴോ കണ്ടുമുട്ടുമ്പോഴോ
ജസ്റ്റ് കാഷ്വലായിട്ട് പറഞ്ഞത്. എങ്ങനെയാണ് വന്നത്? ഇപ്പോഴത്തെ ഈ വോയിസ് ഞാൻ ഫുള്ള് കേൾക്കുന്നത് അല്ലു അർജുനന്റെ വോയിസിലേക്ക് അതിലേക്ക് വരുന്നത് 2007-ലാണ്. 2007 ഞാൻ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു സീരിയൽ ഉണ്ടായിരുന്നു. കായംകുളം കൊച്ചുണ്ണി എന്നായിരുന്നു എന്റെ പേര്. 2007-ലാണ്. അപ്പൊ അതില് ഈ കായംകുളം കൊച്ചുണ്ണിയുടെ ശബ്ദം എന്റെയാണ്. മനസ്സിലായോ? അപ്പൊ അത് 5.5 വർഷം ഉണ്ടായിരുന്നു ആ സീരിയൽ. ഒരുപാട് പോയത് 900 സംതിങ് എപ്പിസോഡ്സ് പോയ ഹിറ്റ് സീരിയലാണ്. അപ്പൊ അതിലെ ആ സ്വരം വേണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അതിന്റെ പ്രൊഡ്യൂസർ വിളിക്കുന്നത്, ഖാദർ ഹസൻ സാർ വിളിക്കുന്നത്. ഇങ്ങനെ അല്ലു അർജുൻ എന്ന് പറഞ്ഞ ഒരാളെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് അന്ന് ആർക്കും അറിയില്ലല്ലോ അല്ലു അർജുൻ. അപ്പൊ അങ്ങനെയാണ് ട്രിവാൻഡ്രത്ത്, ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലാണ്. ട്രിവാൻഡ്രത്ത് പോയി 3-4 ദിവസം എടുത്ത് ആണ് അതിന് ഡബ് ചെയ്യുന്നത്. കാരണം പക്ഷെ രസമുള്ള സിനിമയായിരുന്നു ആര്യ എന്ന് പറഞ്ഞ പടം. അപ്പൊ നമ്മൾ അത് അങ്ങനത്തെ പാട്ടുകളൊന്നും നമ്മളന്ന് പ്രിയദർശൻ സാറിന്റെ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഭയങ്കര അടിപൊളി പാട്ട്. അപ്പൊ നോക്കുമ്പോ അല്ലുവിനെ കാണാൻ ഭയങ്കര ഇരിക്കുന്ന പോലെ അല്ല, ചെറിയ വൈകാണ്. പക്ഷെ എന്നാലും അന്നും ഈ ഡാൻസ് അതിഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അത്രയും ഒരു ഫാൻസിനെ പുള്ളി ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ആദ്യം കൊറിയോഗ്രാഫി ഡാൻസ് ചെയ്യുന്നതാണ്. പിന്നെ പുള്ളി പറഞ്ഞത് ഇപ്പൊ ഒരു പാക്കേജ് ആയിട്ട് മാറിയത്. ഓക്കെ, ഇടി, പിന്നെ പാട്ട്, തമാശ, ഡാൻസ് എല്ലാം പുള്ളിക്ക് പറ്റും. അല്ലു അർജുന്റെ സംസാരം എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഇത് പറയാൻ പറയുമ്പോൾ ഞാൻ മുങ്ങാറുണ്ട്. അത് ഇത് ഭയങ്കര ഫാസ്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയാൻ പറ്റുന്ന ഡയലോഗ് എന്ന് പറയുന്നത് ഇപ്പൊ പുഷ്പയിലെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഡയലോഗ് ഞാൻ സ്റ്റേജിൽ അവിടെ പറഞ്ഞതാണ്. ഇപ്പൊ പുഷ്പ എന്ന് പറഞ്ഞാൽ ഫയർ, പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. പിന്നെന്താ വേറെ ഭയങ്കര ഒരു തക്കതല്ലേ, തക്കതല്ലേ എന്നായിരുന്നു മീൻ. അങ്ങനെയാ ഡബ് ചെയ്തു. കാരണം അത് അവരെന്നോട് ഡബ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇത് താഴത്തില്ലടാ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞൊരു സുഖമില്ല പറയുമ്പോ. അപ്പൊ തക്കതയിലെ തന്നെ ചെയ്യാം. അത് ഓക്കെ, അത് പുതിയൊരു സവാരി കരികരി എന്ന് പറഞ്ഞ പോലെ ഒരു പുതിയ ടേമായിട്ട് ആൾക്കാർ എടുത്തോളൂ. പക്ഷെ അവിടെ മെയിൻ ഡയറക്ടർക്ക് നിർബന്ധമായിരുന്നു നമ്മുടെ പ്രാദേശിക ഭാഷയിൽ തന്നെ ചെയ്യണം എന്നുള്ളത്. നമ്മൾ അങ്ങനെ ഡബ് ചെയ്യുന്ന സമയത്ത് ചില ഭയങ്കര ഓക്വേർഡ് സംഗതികളൊക്കെ നമ്മൾ മാറ്റാറുണ്ട് കേട്ടോ. ചിലതൊക്കെ അവർ പറഞ്ഞാലും നമ്മൾ പറയും അത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ചിലർ ഈ നമ്മള് മുടിയെ കാർപ്പൂണ്ടിൽ നിന്ന് നമ്മൾ പറയാറില്ലല്ലോ, കാർപ്പൂണ്ടിൽ നന്നായിരിക്കും അങ്ങനെ മനസ്സിലായോ? ഇവിടെ അവിടെ ഇരുന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോ മുടി കാർപ്പൂണ്ടൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഒറിജിനൽ എന്ന് വെച്ചിട്ട് ഇതാവും. ഞാനൊരു ഏതോ ഒരു പരസ്യം ചെയ്യാനായിട്ട് ഹൈദരാബാദ് ജില്ലയാണ്. അപ്പൊ മലയാളത്തിലും ആഡ് ചെയ്യണം, തെലുങ്കിലും ആഡ് ചെയ്യണം, സൗത്ത് മറ്റേ തമിഴ്നാട്ടിലും ആഡ്, ആ സെയിം ആഡ് വേണം, സെപ്പറേറ്റ് ആണ്. അപ്പൊ ഞാൻ ഈ ഹൈദരാബാദിന്റെയും ചെയ്തു, തമിഴിന്റെയും ചെയ്തു. മലയാളി ആർട്ടിസ്റ്റുകൾ വന്നപ്പോഴേ മറ്റേ ഹാഫ് സാരി എടുത്ത പെൺകുട്ടികൾ, ഒരു അമ്മാവൻ വരുന്നു ഇവിടെ മുണ്ടോട്ടിട്ട്, അതായത് ഗോൾഡൻ കളറിലെ മുണ്ട്, ഗോൾഡൻ കളറിലെ സാധനം, മുടി മറ്റേ ജെല്ല് വെച്ച് എഴുതി പോലെ കറുത്ത കണ്ണ. അതെ, അപ്പൊ ഞാൻ എന്ത് സംഭവം ഇതൊക്കെ ആരാണ്? കേരളത്തിലെ സെറ്റപ്പാണ്, കേരളത്തിലെ. ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നത്. ഈ കഥ എപ്പോഴാണ് നടക്കുന്നത്? കഥ ഇപ്പൊ 2023 ഞാൻ 2023 പെൺകുട്ടികളെ ഹാഫ് സാരി ഞാൻ എല്ലാവരും കണ്ടിട്ടില്ല, അല്ല ഞാനൊരു അമ്മാവനെ ഇതുപോലെ ഈ കാലത്ത് ഇതുപോലെ മറ്റേ ഇങ്ങനെ ഇവര് റെഫറൻസ് എടുത്ത് നോക്കുന്നൊക്കെ ഈ പഴയ സിനിമകളാണ്. അപ്പൊ അങ്ങനത്തെ ഞാനപ്പോ ഈ ഡബ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഞാനിപ്പോ എക്സാമ്പിൾ, വിഷ്വൽ എക്സാമ്പിളാണ് പറഞ്ഞത്. ഭാഷയിലും അങ്ങനെയുള്ള മാറ്റങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചില ഏതൊക്കെ പടത്തിൽ ഞാൻ അല്ലുവിന് തൃശ്ശൂർ ഭാഷയിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. ഏതൊരു പടം ചെറിയ ഏരിയ വന്നപ്പോൾ അത് തൃശ്ശൂർ സ്ലാങ്ങിൽ ഡബ് ചെയ്തു. നമ്മൾ അങ്ങനത്തെ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ നമുക്ക് അപ്പൊ തോന്നുന്ന തമാശകളും ഒക്കെ പറഞ്ഞിട്ടാലാണ് സാധനം വളരെ ഓർഗാനിക് ആയിട്ട് വരുന്നത്. മറ്റേ എഴുതി വെച്ച് മാത്രം ഡബ് ചെയ്താൽ ചില സീനുകളിൽ നമുക്ക് സംഭാഷണം മാറ്റാൻ പറ്റില്ല. ചില സീനുകൾ ഇപ്പോ സൺഡേ ഹോളിഡേ എന്ന സിനിമയില് ലളിത ചേച്ചി എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രോളുന്ന ഡയലോഗ് മറ്റേ എതിരെ നിൽക്കുന്നവനുള്ളൂ എന്ന് അറിയാൻ ശ്രമിച്ച എല്ലാവരും പാവങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത്
എതിരെ നിൽക്കുന്നവരുള്ളൂ എന്ന് അറിയാൻ ശ്രമിച്ചാൽ എന്ന് തന്നെ എഴുതിയാലേ അതിനൊരു ഭംഗിയുള്ളൂ. അല്ലാണ്ട് മോനെ നീ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മനസ്സ് കൂടി ഒന്ന് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ടോട്ടലി വേറൊരു കൈൻഡ് ഓഫ് സാധനമായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ചില സീനുകൾക്ക് ഡയലോഗ് മാറ്റാൻ പാടില്ല, ചിലതിൽ നമുക്ക് മാറ്റാം, ചിലതിൽ നമ്മുടേതായ രീതിക്ക് പറയാം. അല്ലാതെ നമ്മൾ ടിപ്പിക്കൽ പണ്ട് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, കള്ളനെ ഓടിച്ചിടുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കള്ളനെ ഓടിച്ചു നോക്കാം. ടിപ്പിക്കൽ സിനിമയുടെ എല്ലാ ഭാഷയിലുള്ള ക്ലീഷകളിലൊന്നാണ്. ഇംഗ്ലീഷ് പടത്തിലൊന്നുമില്ല, നമ്മുടെ സൗത്ത് ഇന്ത്യൻ പടങ്ങളിലൊക്കെ ഉണ്ട്. കള്ളനെ ഓടിച്ചിടുമ്പോ പുറകെ ഓടുന്നവർ നിൽക്കാനാ പറഞ്ഞത്. ഏതെങ്കിലും കള്ളം നിൽക്കുമോ? എങ്ങനെ നിൽക്കാനാണെങ്കിൽ പുള്ളി ഓടേണ്ട വല്ല കാര്യം. സ്റ്റിൽ ഇപ്പഴും കണ്ടോ, ഏത് പടം കണ്ടാലും നിക്കടാ പറഞ്ഞു, മര്യാദക്ക് നിൽക്കാൻ. ഈ സിനിമയിൽ നിങ്ങൾ കണ്ടോളൂ, ഈ പടത്തില് ബിജുവായിട്ടുള്ള ഒരാള് തെങ്ങന്തോപ്പിലൂടെ ഓടിച്ചിരുന്ന സീനുണ്ട്. അത് നമ്മള് പറഞ്ഞിട്ടില്ല. മാക്സിമം പേര് വിളിക്കാൻ മാത്രമേ കോപ്പി അടിക്കണം. അപ്പൊ ലാസ്റ്റ് പറയാം. അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. സാറിന് ഇതുവരെ എഴുതിയതില് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഏതാണ്? ഇതുവരെ എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് പറയാൻ പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്ന. അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ബ്രേക്കപ്സ് ഉണ്ടായിട്ടുണ്ട്, പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് അല്ല, ഇപ്പോഴൊരു ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ചിലപ്പോ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ചിലപ്പോ രണ്ട് സൈഡിൽ നിന്നാണ്. ആൺകുട്ടിയുടെ സൈഡിൽ നിന്നാണ് ഒരുപാട് മെസ്സേജസ് ആ നിലയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ വരാറുണ്ട്. ഇപ്പോ അതിന്റെ പ്രത്യേകിച്ച് എല്ലാവരും എന്റെ അനുപല്ലവിയാണ്, പറയാതെ എന്തിനും കൂടെ നിന്നവർ. അതെ, നമ്മൾ കാണുന്നത് കേൾക്കുന്നത് കൂട്ടുകാരുടെ കോളേജിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ള പലതരത്തിൽപ്പെട്ട പ്രണയങ്ങള്, പ്രണയത്തിന് വേണ്ടി ഭയങ്കര ഇടിയുണ്ടാക്കിയിട്ട് കുറച്ചേറെ നമ്മൾ നോക്കുമ്പോൾ മറ്റേ നാടോടികൾ സിനിമ പോലെയാണ്. ഒരാൾ മറ്റൊരാളെ പറ്റും, ഏറ്റവും അടുത്ത രണ്ടുപേര് തമ്മിൽ ശത്രുക്കളായിട്ട് മാറും. ഇതാണ് ഈ പ്രണയത്തിന്റെ ഈ പ്രണയം ലവ് എന്ന് മാറ്റി വെക്കും. ലസ്റ്റ് ഒക്കെ ആണെങ്കിലത്തെ കുഴപ്പം അതാണ്, നമ്മൾ പ്രണയമാണെന്ന് വിചാരിക്കുന്നത്. അതിൽ ഈ ഒരു കാലത്ത് ഓരോ 5 മിനിറ്റും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാള്, ഞാൻ അങ്ങോട്ട് പോകുന്നു, ഞാൻ ഇങ്ങോട്ട് പോകുന്നു, ഞാൻ അവിടെയാണ്, ഞാൻ ഇവിടെയാണ്, ഞാൻ ഇത് കഴിച്ചു, ഞാൻ ഉറങ്ങി, ഞാൻ വിളിച്ചു, ഇങ്ങനെ ഓരോ 5 മിനിറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടുപേര് ഒരു സുപ്രഭാതത്തിൽ ബ്രേക്കപ്പ് ആവുന്നു, അവർ പിരിയുന്നു, പിന്നെ അവർ ശത്രുക്കളാവുകയാണ്. മനസ്സിലായോ? ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചുപോലെ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാനുള്ളതാണ്, ഒന്നിക്കാനുള്ളതാണ്, ഒന്നിച്ചേർക്കാനുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോ അതിനെ ഉപദ്രവിക്കാനും ആസിഡ് മുഖത്തൊഴിക്കാനും വെട്ടുകത്തിക്ക് പുറയുന്ന വെട്ടാനും ഒക്കെയാണ് അത് അങ്ങനെയും ആയി തീരുന്നത്. അങ്ങനെയാണ് എല്ലാം എന്നല്ല പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, നമ്മൾ കൂട്ടുകാരന്മാരുടെ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചപ്പോഴോ ഒക്കെ കാണുന്ന ആൾക്കാരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. പണ്ടേ ഹോളിഡേയിലും ഒരു പെൺകുട്ടി തേച്ചിട്ട് പോകുന്നുണ്ട്, വിജയ് സൂപ്പറിലും ഉണ്ട്. അപ്പൊ ഇത് നമ്മളുടെ ജീവിതമാണോ? നമുക്ക് ഇതുപോലെ എന്റെ ഭാര്യ വരെ ചോദിച്ചിട്ടുണ്ട്. തലവലി മാത്രം അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നമ്മളും ഇന്റർവെല്ലിനൊന്നും പുറത്തു പോയില്ല. ഞങ്ങള് പലരും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, ഞാൻ ലക്ഷ്മിയിലേക്ക് എല്ലാരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മളെ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഈ ആൾക്കാർ ഈ ഇന്റർവെല്ലിന് പുറത്തിറങ്ങി പോവാതെ, ഞാൻ ഇപ്പൊ ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർ അവര് മോസ്റ്റ്ലി അവിടെ തന്നെ ഇരുന്ന് ബസ് ചെയ്യാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ലാസ്റ്റ് ബോളിൽ 6 അടിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. കാരണം 2019 ഇറങ്ങിയ വിജയ് സൂപ്പറിന് ശേഷം പിന്നെ മോഹൻകുമാർ ഫാൻസ് ഇറങ്ങി ചാക്കോച്ചനെ വെച്ച് ചെയ്തു. അപ്പൊ അത് കോവിഡിന്റെ ഇടയ്ക്കായിരുന്നു. സിനിമ റിലീസായി 3ാമത്തെ ആഴ്ച കോവിഡ് വന്നു. നമുക്ക് സിനിമയ്ക്ക് വളരാൻ സാധിച്ചില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഇത്രയും ഒരു 4 വർഷത്തിന് ശേഷം ഒരു പടം തിയേറ്ററിൽ വരുമ്പോൾ അത് ഹിറ്റ് അടിക്കാന്നതിനപ്പുറം എനിക്ക് അത് വേറെ ഒരു പ്ലാൻ ബി എനിക്കില്ല, വേറെ ചോയ്സ് ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട്
നമ്മളെ കൊണ്ട് പറ്റുന്ന എത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഇരിക്കുന്ന പോലും അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിങ്ങും കാര്യങ്ങളും ആ സിനിമ തിയേറ്ററിൽ ഉള്ള സമയത്തോളം നമ്മൾ മാർക്കറ്റ് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. ഞങ്ങൾ കാണുന്നതാണ് സാർ, വന്ന മുതൽ ഫുള്ളി പാക്ഡ് ആണ്. ആകെ ഒന്ന് ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അന്നേരം മുതലേ എല്ലാവർക്കും ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. മാക്സിമം അത് സാർ എഫേർട്ട് എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിനുള്ളത് എന്തായാലും ആ ഒരു സക്സസ് പാർട്ടി സക്സസ് ആയിരുന്നു. നമ്മളതൊരു പ്രൊഡ്യൂസറോട് ചെയ്യേണ്ട ഏറ്റവും മിനിമം ഉത്തരവാദിത്തമാണ്, മിനിമം കമ്മിറ്റ്മെന്റ് ആണ്. തലവൻ 2 ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കാരണം നമ്മള് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയോ ഒന്നും വേണ്ടി വരുന്ന കരുതിയതല്ല. പക്ഷെ ഇപ്പോ ഒരുപാട് മെസ്സേജുകളും കോൾസും സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന എല്ലാവരും, സിനിമ ഇൻഡസ്ട്രിയിലുള്ളവരായിക്കോട്ടെ പുറത്തുള്ളവരായിക്കോട്ടെ, എല്ലാവരും 2 എപ്പോഴാണ്, സീക്വൽ എപ്പോഴാ എന്നുള്ളത്. എനിക്കോട് അത് കാണിച്ചു നിർത്തിയ എപ്പിസോഡിനെ കുറിച്ച് മാത്രമല്ല, ഒരു എപ്പിസോഡ് കാണിച്ചിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അതല്ലാതെയും കുറെ കാര്യങ്ങൾ പറയാനൊന്നും തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ആ സ്ക്രിപ്റ്റ് ഇതിനേക്കാൾ നന്നായിട്ട് എഴുതേണ്ട സ്ക്രിപ്റ്റാണ്. അപ്പൊ മിക്കവാറും അത് തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും ഫീൽ ഗുഡ് ഇനത്തിലും എനിക്ക് ഇഷ്ടപ്പെട്ട 2 സ്ക്രിപ്റ്റുകൾ കയ്യിലുണ്ട്. ത്രില്ലേഴ്സിലും തലവനല്ലാത്ത വേറെ 2 വേറെ റൈറ്റേഴ്സ് ബിജുവേട്ടൻ എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു മാഗ്നറ്റ് ആണ്. ബിജുവേട്ടനിലേക്ക് എല്ലാവരും, ഇപ്പൊ ബിജുവേട്ടൻ സ്ഥലത്തിരുന്നാൽ എല്ലാവരും മറ്റേ ഒരു മധുരത്തിന്റെ മുകളില് ഊറും ഭരിക്കുന്ന പോലെ എല്ലാവരും ചുറ്റിലേക്ക് വരും. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു കഴിവുള്ള ഒരാളാണ്. ഒരു റൂമിലേക്ക് കയറി വന്നാൽ എത്ര പേരുണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് കൊണ്ട് അവരൊക്കെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും. തീർത്തും വരാൻ പറ്റാത്ത കാര്യമായിരുന്നു. അദ്ദേഹം മുരുകദോസിന്റെ സിനിമ ചെന്നൈയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ പടമാണ്, ഭയങ്കര വലിയ സിനിമ. ആ രാത്രി മാത്രമേ പുള്ളിക്ക് ഷൂട്ടുള്ളൂ ഇപ്പോ. അപ്പൊ ഞങ്ങൾക്കാണെങ്കിലും വിളിച്ചാൽ കിട്ടണമെങ്കിൽ ഒരു ഓക്വേർഡ് ടൈമിലൊക്കെ ആയിരിക്കും. രാത്രി ഷൂട്ടാണ്, അപ്പൊ പകല് വന്നിട്ട് ഉറക്കമായിരിക്കും. നമ്മൾ വിളിക്കുന്ന സെറ്റിലേക്ക് പോകുന്ന സമയമായിരിക്കും. അപ്പൊ ഫ്രീ ആയ 3-4 ദിവസം ഞങ്ങളുടെ ഇവിടെ കൊച്ചിയിൽ ജോയിൻ ചെയ്തിരുന്നു, എറണാകുളം കേരളത്തിൽ ജോയിൻ ചെയ്തിരുന്നു. ഇങ്ങോട്ടേക്ക് വരാനായിട്ട് മാക്സിമം പുള്ളി ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. ബിജുവേട്ടൻ ആസിഫുമായിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ് ഈ സിനിമയുടെ ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അവരുടെ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും പോലീസ് വേഷത്തില് നമുക്ക് ഇങ്ങനത്തെ പോലീസിനെ കാണുമ്പോഴത്തേക്കും സന്തോഷം. റിയലിസ്റ്റിക് കൈൻഡ് ഓഫ് നമ്മളെപ്പോഴും കാണാറുള്ള കൈൻഡ് ഓഫ്. അപ്പൊ അവരമുള്ള ഈ പറഞ്ഞ ഓൺ സ്ക്രീനിൽ കാണുന്നതിനേക്കാളേറെ, ഓൺ സ്ക്രീനിൽ ഓഫ് കോഴ്സ് നമുക്ക് രസമുണ്ട്, നമ്മൾ മാത്രമാണ് മോണിറ്ററിൽ കാണുന്നത്. പക്ഷെ ഓഫ് സ്ക്രീൻ ഈ പറഞ്ഞ ഷൂട്ട് കഴിഞ്ഞിട്ട് ബിജുവേട്ടന്റെ റൂമിലുള്ള ഒരു കൂടിച്ചേരലുണ്ട്. എല്ലാവരും പ്രധാനപ്പെട്ട ആളുകളെല്ലാം സെറ്റിലേക്ക്, അത് ബിജുവേട്ടൻ റൂമിലേക്ക് വരും. ആസിഫ് ഉണ്ടാവും, ഇപ്പൊ നസീറൊക്കെ ഉണ്ടാവും, ജാഫൊക്കെ ഉണ്ടാവും, ഞാനുണ്ടാവും, ക്യാമറമാൻ ഉണ്ടാവും, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും. ബിജുവേട്ടന്റെ റൂം ഒരു എന്താ പറയാ അവാർഡ് നൈറ്റ് നടക്കുന്ന ഫീലായിരിക്കും. പാട്ടുകളും എന്താ പറയാ മിമിക്രിയും തമാശകളും സിനിമയുടെ ചർച്ചകളും ഒക്കെ ആയിട്ട് പഴയ കഥകളും. അദ്ദേഹം വന്നിട്ട് 30 വർഷമായി സിനിമയിൽ വന്നിട്ട്. അപ്പൊ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒത്തിരി 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 സിനിമയുടെ പിൻവശത്തുള്ള കഥകളുണ്ടല്ലോ. ഇതൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ബിജുവേട്ടന്റെ കൂടെയുള്ള ഓരോ മൊമെന്റും അടിപൊളിയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം അറിയിക്കണം. ഇന്നലത്തെ നല്ലൊരു പണം തന്നതിനെ ഇവിടെ കണ്ടിരുന്നെങ്കിൽ നേരിട്ട് അപ്രീഷിയേറ്റ് ചെയ്തത് പറ്റിയില്ല. അപ്പൊ ദുബായ് എൻറ്റയർ ടീമിന്റെ ഒരു കൺഗ്രാജുലേഷൻ. ഈ ഏരിയ നമുക്ക് മുറിച്ചെടുത്ത് കുറെ നാളുകളായിട്ട് എന്റെ കുറെ പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നീ ആദ്യമായിട്ട് മറ്റേ സീരിയലിൽ വരുമ്പോൾ മുതൽ അറിയാം. ആ സീരിയലിന്റെ നിർമ്മാതാവ് എന്റെ അയൽക്കാരനാണ്, എന്റെ സുഹൃത്താണ്. അതും ഒരു മെയിൻ അറിയാവുന്നതാണ്. പിന്നെ അനുശ്രീ അതെ, കുറച്ച് പരസ്യങ്ങളിലും ഇവന്റ്സിലും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ എപ്പോഴും പറയും നമുക്കൊരു ഒരുമിച്ച സിനിമ ചെയ്യണം. എന്നിട്ട് ഈ ക്യാരക്ടർ വന്നപ്പോൾ എനിക്ക് ആൾക്കാർ അനുശ്രീയുടെ ഒപ്പം നിൽക്കണം എന്ന് തോന്നി. അങ്ങനത്തെ ഒരാളായിരിക്കണം അത് ചെയ്യേണ്ടത്. ഒരു ന്യൂ കമറിനെ കൊണ്ടിട്ട് അത് എത്രത്തോളം വർക്കൗട്ട് ആവില്ല. അനുശ്രീ കരയുമ്പോൾ നമുക്ക് കരയാൻ തോന്നും. നമ്മൾ കരച്ചിൽ വരണം, കരയാൻ തോന്നുന്നതല്ല, കരച്ചിൽ വളരെ ഓർഗാനിക് ആയിട്ട് വേണം. അത് ഒരു വളരെ മനോഹരമായിട്ട് ചെയ്തു. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അവർ കരയുമ്പോഴും റിക്വസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ. അത് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് ആ കാസ്റ്റിംഗിന്റെ മൊത്തത്തിലുള്ള കാസ്റ്റിംഗിന്റെയും കൂടെ വിജയമാണ്. മീഡിയ അനുശ്രീയെന്ന് മാത്രമല്ല, കാരണം ഓരോരുത്തർക്കും അവരോട് മാച്ച് ചെയ്യുന്ന അവരുടെ ബോഡി ലാംഗ്വേജിലും അവരുടെ സ്റ്റാർഡത്തിനൊക്കെ മാച്ച് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്.
ഇതിനകത്ത് എന്റെ സ്ക്രിപ്റ്റ് കഥ പറഞ്ഞിട്ട് പിന്നെയും ഒരു 60% മാറ്റി മാറ്റി. അതായത് നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയപ്പോ മനസ്സിൽ തോന്നിയ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൂടി ഇൻകോർപ്പറേറ്റ് ചെയ്താൽ നല്ലതായിരുന്നു. കുറ്റാന്വേഷ സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് ബിജുവേട്ടനും വാസുവും ഭയങ്കര സപ്പോർട്ടായിരുന്നു. സാധാരണ ചില നടന്മാർ പറയില്ല പറ്റില്ല എന്നോട് പറഞ്ഞ കഥ തരില്ല. ഇവർ രണ്ടുപേരും കറക്റ്റാക്കി സപ്പോർട്ടായിരുന്നു. അവര് പറഞ്ഞു ജസ്റ്റ് കോൺഫിഡന്റ് ആവും, ഓക്കെ അങ്ങനെ പ്രൊസീഡ് ചെയ്തു. പക്ഷെ നമുക്കപ്പോ ഹാർഡ് വർക്ക് കൂടും. കാരണം രാത്രി 10 മണി വരെ ഷൂട്ട് ചെയ്തിട്ട് ഈ പറയുന്ന ബിജുവേട്ടന്റെ റൂമിൽ എല്ലാരും കൂടെ ഒരു കമ്പനി പറഞ്ഞ എല്ലാ പാട്ടും കേട്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് 7 മണിക്ക് എഴുതണം. എഴുതിയിട്ട് വേണം സെറ്റിലേക്ക് പോകാൻ. എന്നിട്ട് നമ്മളിത് ഒരു ബൈ ഗോഡ്സ് ഡേയ്സ് ഒരു ദിവസം പോലും ബ്രേക്ക് ചെയ്യാണ്ട് 65 ഡേയ്സ് കൊണ്ട് പടം സിംഗിൾ ഷെഡ്യൂളിൽ തീർന്നു. അതൊരു ചെറിയ കാര്യമല്ല. ചില ഈ പറഞ്ഞ 2 ഹീറോസ് വരുമ്പോൾ എപ്പോഴും ഡൈറ്റ് ക്ലാഷസ് ഉണ്ടാവും. അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ഷെഡ്യൂൾ തന്നെ തീർന്നു. അപ്പൊ എന്തായാലും നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു സിനിമ തന്നതിന്. പിന്നെ ഒരുപാട് സന്തോഷം. പിന്നെ മാത്രമല്ല ഞങ്ങളുടെ ലോഞ്ചാണ് ഫസ്റ്റ് അതറിയില്ല, ഞങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ലോഞ്ചാണ്. അത് പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ 2 പേര് 2 സുന്ദരികളായ കുട്ടികൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു അപ്പൊ നിങ്ങൾ ഇവിടുത്തെ വളരെ വലിയ ഇന്റർവ്യൂ ചെയ്യുന്ന അപ്പൊ പ്രൊഡ്യൂസർ വെച്ച് നീ എവിടെ പോകുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോകണ്ടേ? പറയില്ലടാ, വളരെ ഫേമസ് ആയിട്ടുള്ള ദുബായിലെ 2 പേര് അവരുടെ ഇന്റർവ്യൂസ് എല്ലാം ഹിറ്റാണ്. അപ്പൊ അവർ താഴെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ പോയി അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വരാൻ പോകും. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ടീംസ് ആണല്ലോ. നിങ്ങൾക്ക് ഈ രംഗത്ത് നല്ല ഭാവി. മീഡിയയില് 3 വർഷമായിട്ടുണ്ട് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്റർവ്യൂ ഫസ്റ്റ് ടൈം. അത് സാധനത്തില് ഡയറക്ടറുമായിട്ട് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം. ഭയങ്കര സന്തോഷം സാറ് തന്നതിന്. ഞാൻ ഈ വർഷങ്ങൾക്ക് മുമ്പ് 2004 ഒരു പ്രാദേശിക ചാനലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഒരു പ്രോഗ്രാം അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. അത് സ്റ്റാർസിന്റെ ഇന്റർവ്യൂസ് ആയിരുന്നു. അന്ന് യങ്സ്റ്റേഴ്സ് സിനിമയിൽ വന്ന് തുടങ്ങുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ കാണുന്ന പൃഥ്വിരാജും ജയസൂര്യയും അവരൊക്കെ വന്ന് തുടങ്ങുന്ന സമയം. പാട്ടിലാണെങ്കിൽ ടോമിയും അഫ്സലും ജയശുദാസും എല്ലാം. അപ്പൊ ആ സമയത്ത് ഞാൻ ഡയറക്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത്. ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒത്തിരി നാളുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇതുപോലെ ഒരുപാട് പേരുടെ അടുത്തേക്ക് നമ്മൾ പോകാറുണ്ട്. ചില ആൾക്കാരൊക്കെ ചില സ്റ്റാർസ് ഒക്കെ വളരെ മോശമായിട്ടൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ എന്തിനോ വേണ്ടി മറുപടി പറയുന്നവരുണ്ട്. ചില നന്നായിട്ട് സഹകരിക്കുന്നവരുണ്ട്. ഈ നന്നായിട്ട് സഹകരിക്കുന്നവരോടാണെങ്കിലും മോശമായിട്ട് സഹകരിക്കുന്നവരോടാണെങ്കിലും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സാറ് നന്നായിരുന്നു, മനോഹരമായിരുന്നു, ഞങ്ങളോട് സഹകരിച്ചതിനോട് ഒരുപാട് നന്ദി. ഇത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പഴയ പിന്നെ ആൾക്കാരൊക്കെ സിനിമയിൽ നമ്മളിങ്ങനെ വലിയൊരു ലെവലില് നമ്മള് കണ്ടിട്ട് ഇത്തരം ഒരു കാര്യത്തിന് അടുത്തേക്ക് അടുക്കുമ്പോൾ അവരുടെ ചില ടാൻട്രംസും ഈ ഒക്കെ കാണുമ്പോൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് തന്നെ വളരെ കാഷ്വൽ ആയിരുന്നു. അല്ല നമ്മൾ ചുമ്മാ എന്നോട് അങ്ങനെയാണല്ലോ പറഞ്ഞത്. കോഫി കുടിച്ചോണ്ട് സംസാരിക്കാമെന്നാ പറഞ്ഞത്. ആ രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി വേറെ ചാനൽ ഉണ്ടായിരുന്നു സാർ. പക്ഷെ ഞങ്ങൾ അൻജിത്തിന്റെ മ്യൂസിയുടെ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്പോയില്. അപ്പൊ അതിന്റെ മീഡിയ നമ്മളാണ് ചെയ്തത്. പക്ഷെ അതിന്റെ ഇത് പോയപ്പോ സ്ട്രൈക്ക് പോയി. പടം വേറൊരു പടം ഇറങ്ങിയ സമയത്ത് ബീസ്റ്റിന്റെ സമയത്ത് ഞങ്ങൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പടം ജവാനാണെന്ന് തോന്നുന്നു. ഏതോ ഒരു പടം ഇറങ്ങിയ സമയത്ത് നമുക്ക് സ്ട്രൈക്ക് വന്നു. ഒറ്റയടിക്ക് ചാനലിൽ പോയി. അവര് ആ സമയത്ത് കണ്ടന്റ്സ് ഒക്കെ ഇടുന്നവര് സിനിമയുടെ പേരില്ല, സോങ് അതട്ടെ. ആ സോങ് ആയിരുന്നു അതിന്റെ പ്രശ്നം. ഇത് കാരണം അൻജിത്തിന്റെ തന്നെ സോങ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് പോയിക്കൊണ്ടിരുന്നത്. അത് പുതിയ പടത്തിന്റെ സോങ് ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ പോയതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് റീസ്റ്റാർട്ടാണ് പുതിയതായിട്ട്. ഗംഭീരമാണ്. നമ്മുടെ ഇവിടെ തുടങ്ങിയ ആരും അപ്പൊ ഇനി അടുത്ത സാറിന്റെ സിനിമയിലും നമ്മൾ ചെയ്യാൻ വരും.
ചേട്ടൻ ആഗ്രഹമാണ് നന്നായി വരും. ഇതിന് രണ്ടെണ്ണത്തിന് ഡയലോഗ് അല്ലല്ലോ. നന്നായി വരും, നന്നായി വരും. എന്തായാലും എന്റെ എല്ലാവിധ ആശംസകളും. അടിപൊളിയാണ്.